വെൽക്കം ഓൾ. ദി ഐ ബ്രോഡ്കാസ്റ്റിംഗ് പുതുതായി ആരംഭിക്കുന്ന പരിപാടിയാണ് അതിഥി. മത, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരുമൊത്തുള്ള സ്വാഭാവിക സംസാരമാണ് അതിഥി. ഉദ്ഘാടന ദിനമായ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മുസ്തഫ മുണ്ടുപാറയാണ്. സുപ്രഭാതം പത്രത്തിൻ്റെ സിഇഒയും SYSൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് മുസ്തഫ മുണ്ടുപാറ. നിലവിൽ സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റായ അദ്ദേഹം മുൻ SKSSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. വാസ്മാഷെ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. സമസ്തയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നൊരു സമയമാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സംസ്ഥാന ജമിയത്തുൽ ഉലമക്കകത്ത് ചില അസ്വാരസ്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. വസ്തുതമായി പറയണം. ഏതാനും വർഷങ്ങളായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സമസ്തയുടെ സംഘടനാ രംഗത്ത് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെയും ഇതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ സമീപകാലത്തുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് ഗൗരവത്തിലായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, സമസ്തയുടെ ജമിയത്തുൽ ഉലമ ഒരു മതകീയ പ്രസ്ഥാനമാണ്. അതിന് അതിൻ്റേതായ ഒരു സ്വത്വമുണ്ട്, നിലപാടുണ്ട്, ഭരണഘടനയുണ്ട്, അതിന് നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന് കീഴിൽ സമസ്തയുടെ നിലപാടുകളുടെ കകത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 98 വർഷക്കാലം സമസ്ത നിർവഹിച്ചു പോകുന്നത്. എന്നാൽ സമീപകാലത്തായി ചില അപസ്വരങ്ങൾ സമസ്തയുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കിടക്കുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, സമസ്തയുടെ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് ദീനിൻ്റെ യഥാർത്ഥമായ രൂപമാണ്. പരിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ രൂപം. നമുക്കറിയാം, കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഗ്രൂപ്പുകളുണ്ട്, സംഘടനകളുണ്ട്. 1926 സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. അത് പ്രത്യേകമായൊരു സാഹചര്യത്തിലാണ്. കാരണം അതുവരെ സംഘടനാ സംവിധാനം സമസ്തക്ക് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെടുന്നതും പുതിയമായ ചില വാദങ്ങളൊക്കെ കടന്നു വരുന്നതും ഒക്കെ തുടങ്ങിയ സമയത്താണ് പണ്ഡിതന്മാർ ആ സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സമസ്തയുടെ ജമിയത്തുൽ ഉലമക്ക് രൂപം കൊടുക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അന്നു മുതൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതിന് എതിർപ്പുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം തുടക്കം മുതലേ ഈ പ്രസ്ഥാനത്തെ, സമസ്തയെ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ടാണ് അന്നു മുതലേ അവരുടെ പ്രവർത്തനം ഉണ്ടായത്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെട്ടത്, മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് ഏകദേശം 2 പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ്. എങ്കിൽ തന്നെയും അന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമിയും സമസ്ത എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രസ്ഥാനത്തിന് നേരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയുള്ള പല ആക്രമണങ്ങളും പല തരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അടിസ്ഥാനപരമായി ഈ ആശയപരമായി ജമാഅത്ത്, മുജാഹിദ് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്ന അപചയം, അല്ലെങ്കിൽ ആ മേഖലയിൽ അവർക്കുണ്ടായിരുന്ന അടിസ്ഥാനപരമായി അവരും സമസ്തയുടെ ആളുകളും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം, അത് അവരുടെ ആശയം പ്രചരിപ്പിച്ചെങ്കിലും പൊതുസമൂഹത്തിനിടയിൽ അവർക്ക് വലിയ അംഗീകാരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആശയപരമായ പോരാട്ടത്തിൽ ഈ പറഞ്ഞ ഇവരൊക്കെ നമ്മൾ പറയുക വിധത്തിൻ്റെ കക്ഷികളെന്ന ആ കക്ഷികൾ പലപ്പോഴും പരാജയപ്പെട്ടിട്ടാണുള്ളത്. ഒരുപാട് സംവാദങ്ങളൊക്കെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്, ഒരുപാട് സംവാദങ്ങൾ, ഇതിലൊക്കെ പരാജയപ്പെടുകയാണ്. അപ്പോൾ സമീപകാലത്തായി ഈ ബിദ്അത്തിന്റെ കക്ഷികൾ അവരുടെ നിലപാട് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ സമസ്തയെ ആശയപരമായി പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഘടനാപരമായ പ്രവർത്തനത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആസൂത്രണമായി ഏതാനും ഒരു 1.5 പതിറ്റാണ്ടായി ചില ബോധപൂർവമായ ശ്രമങ്ങൾ ഇതിനെതിരെ ഇവരുടെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
അതിന് ചെറുത്തു നിൽക്കുന്നൊരു സാഹചര്യം അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സമീപകാലത്താണ് അത് പുറത്തേക്ക് വന്നത്. ഇതുവരെ അന്തർഭാഗത്തായിരുന്നു ആ പോരാട്ടങ്ങൾ നടന്നിരുന്നത്. ഹിജായത്ത് ജമാഅത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ ഘടനയെ തകർക്കുക. ഘടന എന്ന് പറയുമ്പോൾ ആശയപരമായി അവർക്ക് കഴിയില്ല എന്നത് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അവർക്ക് തകർക്കാൻ കഴിയില്ല. പിന്നെ ഘടനാപരമായിട്ടുണ്ടായിരുന്ന പ്രശ്നം എന്താ? ഘടനാപരമായി ഇതിനെ പൊളിക്കുക എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ നുഴഞ്ഞു കയറുക, അവരുടെ ആശയം പഠിപ്പിക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ സംഘടനാ സംവിധാനം പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഓരോ ഇതിൻ്റെ കീഴ്ഘടകങ്ങൾ, സമസ്തയുടെ കീഴിലാണ് ആസ്ഥാനികമായ സംഘടനാ സംവിധാനങ്ങൾ, ഇതിനെയൊക്കെ പിന്നെ അതിലൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുക, പരസ്പര വൈരുണ്ടാക്കുക, ശത്രുത ഉണ്ടാക്കുക തുടങ്ങിയ ചില നീചമായ പ്രവൃത്തി അവരുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഒരു 10-15 കൊല്ലമായി. പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇതൊരു വലിയ അഭിപ്രായ വ്യത്യാസമായി വന്നത്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ പരിശോധിച്ചാൽ ഈ ബിദ്അത്തിന്റെ കക്ഷികളുടെ ചില ആസൂത്രിതമായ ശ്രമമാണ് അതിന് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഉടനെ ഒരു പരിഹാരമുണ്ടാകുമോ എന്നുള്ളതാണ് ഞാനടക്കം എല്ലാവരുടെയും സംശയം. എന്താണ് ഇതിൽ പറയാനുള്ളത്? പരിഹാരമുണ്ടാകണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടി കടന്നു വരുന്നുണ്ട്. അതായത് രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇതിനെ കൊണ്ടുപോകാൻ ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷികൾ ശ്രമിക്കുകയും അതിലൊരു പരിധി വരെ അവർ വിജയിക്കുകയും ചെയ്തതാണ്. ഇതിൽ രാഷ്ട്രീയം കടന്നു വരേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം അത് രാഷ്ട്രീയം വേറെ, മതം വേറെ. ഈ ഈ ചെറുത്തുനിൽപ്പ്, അതായത് ബിദ്അത്തിന്റെ കക്ഷികൾക്ക് നേരെ നടത്തുന്ന ഈ ചെറുത്തുനിൽപ്പിനെ അത് രാഷ്ട്രീയമായി തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് രാഷ്ട്രീയ ഇടപെടലുകൾക്ക് സാധ്യത ഒരുക്കുന്ന വിധത്തിൽ ഇതിനെ കൊണ്ടുപോകാൻ ഈ പറഞ്ഞ കക്ഷികൾക്ക് സാധിച്ചു എന്നതാണ് ഇപ്പോൾ ഈ വിഷയം സങ്കീർണമാകാനുണ്ടായ കാരണം. തെളിച്ചു പറഞ്ഞാൽ മുസ്ലിം ലീഗുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സമസ്തയുടെ രംഗത്ത് ഏതാനും വർഷങ്ങളായി നടക്കുന്നുണ്ട്. നേരത്തെ അതൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഇങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും പരിഹരിക്കപ്പെട്ടിരുന്നു. ഇപ്പം അത് പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ല. കാരണം ഇതിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവന്ന് അതായത് ഈ പറഞ്ഞ ബിദ്അത്തിന്റെ കക്ഷികളെ ചെറുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് എന്ന തെറ്റായ ഒരു വ്യാഖ്യാനം നടത്തി ഒരു ചാപ്പയടിച്ച് അവരെ അങ്ങ് പിന്നെ ആ നിലക്ക് അറ്റാക്ക് ചെയ്യാന്നുള്ളൊരു ശൈലിയാണ് ഇവിടെ ആളുകളെടുത്ത്. അറിഞ്ഞോ അറിയാതെയോ പാർട്ടിയിലെ പല ആളുകളും അതിൽ വശംവദരാകുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇതിന് പിന്നിൽ കളിക്കുന്നത് ഈ പറഞ്ഞ കക്ഷികളാണ് എന്ന് തിരിച്ചറിയാതെ ഇത് രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി അതുവഴി ഈ ഇതിനെ ചെറുത്ത് നിൽക്കുന്ന ആളുകൾ, അതായത് സുന്നത്ത് ജമാഅത്ത് സ്ഥാപിക്കപ്പെടണം, അതിൻ്റെ സ്വത്ത് അംഗീകരിക്കപ്പെടണം, അതിൻ്റെ സംഘടനാ സംവിധാനമായ സമസ്തയുടെ സ്വത്ത് അംഗീകരിക്കണം എന്ന വാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയ ചാപ്പ കുത്തിയിട്ട് അവരങ്ങ് അകറ്റി നിർത്തുക എന്നൊരു ശൈലി ഇതിനിടയിലൂടെ നടന്നു വരുന്നത്. ഈ വിഷയം സങ്കീർണമാകുന്നതിൽ ഏറ്റവും പ്രധാനമായ ഭാഗം അവിടെ നിൽക്കുന്നത് ഇത് രാഷ്ട്രീയമായി വൽക്കരിക്കപ്പെടുകയാണ്. അതായത് എന്തെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയ ചാപ്പ കുത്തിയിട്ട് ആക്ഷേപിക്കുക. സത്യത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മളിവിടെ ചെയ്യുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിലനിൽക്കണം, സമസ്ത ഇവിടെ വിജയിക്കണം, ഇത് ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഇതിൽ രാഷ്ട്രീയമായി ഒരു ഇടപെടലുകളോ ആരുടെയെങ്കിലും ഇടപെടലോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഉള്ള വിരോധങ്ങളോ ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ താങ്കൾ സഖാവാണോ അതോ ഇടത് അനുഭാവിയാണോ? നല്ല ചോദ്യം. എന്താ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ പശ്ചാത്തലമൊന്നും എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഉമർ ഫൈസിയെ കുറിച്ച്, അതേപോലെ അമീദ് ഫൈസി അമ്പർക്കടവിനെ കുറിച്ച്, സത്താർ പന്തല്ലൂരിനെ കുറിച്ച്, ഈ അടുത്തിടെ വരെ നാസർ ഫൈസി കൂടത്തായിയെ കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ ഒരു ആരോപണത്തെ കുറിച്ച് പറയാനുള്ളത്? ഈ ആരോപണം ഞാൻ നേരത്തെ ആമുഖമായി പറഞ്ഞ അതിൻ്റെ ഒരു ബാക്കി പത്ര. ഞാൻ പറഞ്ഞല്ലോ ചാപ്പടിക്കുക എന്നുള്ളത്. ആ ചാപ്പടിയാണ് സഖാവ് എന്ന ഒരു ശീലടിച്ചിട്ട് അവർ സഖാക്കളാണ് എന്നൊരു തെറ്റായ പ്രചരണം നടത്തുന്നത്. സത്യത്തിൽ വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും സഖാവായിട്ടില്ല. ഞാൻ നേരത്തെ എൻ്റെ ഏകദേശം ഒരു 10-25 വയസ്സ് വരെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സജീവ പ്രവർത്തനം, മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തനം, അതിന് നേതൃരംഗത്ത് പ്രവർത്തിച്ച ആളാണ്. പക്ഷെ അതിന് ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വഴിയായി ഞാൻ തിരഞ്ഞെടുത്ത മതരംഗമാണ്. SKSന്റെ ജനറൽ സെക്രട്ടറിയായി അങ്ങനെ സംഘടനാ രംഗത്ത്
ഒരു 10-30 വർഷമായി, 35 വർഷമായി ഈ മേഖലയിലാണ് പോകുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. അതിൻ്റെ ശേഷം അതുവരെ ഞാൻ അങ്ങനെയായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല. പലപ്പോഴും അനുഭാവിയാണ്, ഒരു മുസ്ലിം ലീഗിൻ്റെ അനുഭാവിയാണ്. ഒരിക്കലും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭാഗമായിട്ടില്ല. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ ഏതായാലും പാർട്ടിയിലെ സജീവ പ്രവർത്തനമൊന്നുമല്ല. എന്നാൽ UDFനായിരിക്കാം വോട്ട് ചെയ്തത്. ഇപ്പോൾ ഈ അടുത്ത ദിവസം പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ വിദേശത്തായിരുന്നു. പ്രിയങ്ക ഗാന്ധി, ഞാൻ തിരുവമ്പാടി മണ്ഡലക്കാരനാണ്. ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തത് പ്രിയങ്ക ഗാന്ധിക്ക്. എൻ്റെ ഫാമിലി മൊത്തം വോട്ട് ചെയ്തത് പ്രിയങ്ക ഗാന്ധിക്ക്. ആ രീതിയിൽ തന്നെ പോകുന്നു. പക്ഷേ ഞാൻ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തകനല്ല. എനിക്ക് പൊതുവിൽ താല്പര്യവുമില്ല, ഉള്ളത് പറയാക്കാം. രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കാൻ എന്നെ സംബന്ധിച്ചോ പ്രത്യേകിച്ചുകൊണ്ട് നിലവിലെ ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലല്ല പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക. അതുകൊണ്ട് തന്നെ ഞാൻ ആ മേഖലയിൽ ചിന്തിക്കാറേ ഇല്ല. എന്നാൽ പിന്നെ ഈ പറഞ്ഞ ആളുകളും നേരത്തെ കുറേ ആളുടെ പേര് പറഞ്ഞല്ലോ, അവരൊന്നും ഇടതുപക്ഷത്തിൻ്റെ ആളുകളോ സഖാക്കളോ ഒന്നുമല്ല. പക്ഷെ അവരൊരു സംഘടനാ പ്രവർത്തനമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഞാൻ സാംസ്കാരിക പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ 10-35 കൊല്ലമായി 989 മുതൽ സജീവമായി സമസ്ത എളിയ പ്രവർത്തകനായി പ്രവർത്തിച്ച് നടക്കുന്ന ആളാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വല്ല സജീവമായി ഒരു ഭാഗത്തും ഭാഗവാക്കാവാറുമില്ല. പക്ഷേ ആ നിലക്ക് സംഘടനാ രംഗത്ത് സജീവമായി സമസ്തയുടെ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഇടപെടലുകളും ബന്ധപ്പെടലുകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഉസ്താദുമാർ അതുപോലത്തെ മതരംഗത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. അതിനിടയിൽ ഒരിക്കൽ പോലും രാഷ്ട്രീയ ഒരു പക്ഷത്തും സജീവമായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള ഏത്തോ ഇവരാരും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ ഇതൊരു ഒരു ആരോപണം, വസ്തുത ഇല്ലാത്തൊരു ആരോപണം. പക്ഷേ സമത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭരണഘടനാ പ്രകാരം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക, ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനും സമത്തയിൽ അംഗമാകാം. ദൈവവിശ്വാസത്തിനെതിരാകരുത് എന്ന് മാത്രമുള്ളൂ. അങ്ങനത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും സമത്തയിലെ പ്രവർത്തകർക്ക് അംഗമാകാം. അത് ഇന്നും നിലവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തകരുണ്ട്. കുറച്ചധികം മുസ്ലിം ലീഗുകാരാണ് എന്നത് യാഥാർത്ഥ്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പ്രവർത്തകരുണ്ട്. അതിലുള്ള സ്വാതന്ത്ര്യം സമസ്തയെ സംബന്ധിച്ച് അതിൻ്റെ ഭരണഘടനാ പ്രകാരം എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു മുസ്ലിം ലീഗുകാരന് മാത്രമേ ലീഗ് സമസ്തയെ പങ്കെടുക്കാൻ സമസ്തയുടെ ഭാഗമാകാൻ പാടുള്ളൂ എന്നൊന്നും നിയമമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഇതിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് അവസരമുണ്ട്. സംഘടനാ രംഗത്ത് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃരംഗത്ത് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അത് സംഘടനയുടെ ഒരു നിലപാടാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ചാപ്പ അടിച്ചവർ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പിന്നെ ചില ഗൂഢശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു 10-15 കൊല്ലമായി സമസ്തയിലുണ്ടായ ഒരു ശാക്തീകരണത്തെ അവർ ഭയപ്പെടുന്നു. പ്രത്യേകിച്ച് കൂട്ടുമല ബാബു മുസ്ലിയാർ നേതൃരംഗത്ത് വന്നതിന് ശേഷം സംസ്ഥയുടെ സംഘടനാ സംവിധാനം ചടുലമായി. അതിൻ്റെ ഭാഗമാണ് സുപ്രഭാതം ഉൾപ്പെടെ. കടുലമാണ് സംഘടനാ രംഗം ചടുലമായി. അപ്പോൾ സ്വാഭാവികമായി ഇതിനോട് വെറുപ്പുള്ള ആളുകൾക്ക്, സംഘടനയുടെ മുന്നേറ്റത്തെ ഭയപ്പെടുന്ന ആളുകൾക്ക്, ഈ സംഘടനയുടെ ഈ ശാക്തീകരണത്തെ ഭയപ്പെടുന്ന ആളുകൾ, അതിനു വേണ്ടി മുന്നിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ കൊടുത്ത ഒരു പേരാണ് ഈ സഖാവ് പട്ടം. അങ്ങനെ ചാപ്പടിച്ചിട്ട് അങ്ങോട്ട് ആക്ഷേപിക്കുക. അപ്പോൾ സ്വാഭാവികമായി ഇതിലറിഞ്ഞോ അറിയാതെയോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പോലും പിന്നെ ഈ തെറ്റിദ്ധാരണക്ക് വശംവദരായിട്ടുണ്ട്. ഇത് സൃഷ്ടിക്കപ്പെട്ടതാണ്. ചില താല്പര്യത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇവരാരും ഇടതുപക്ഷത്തിൻ്റെ ആളുകളോ അല്ലെങ്കിൽ സഖാക്കളോ അല്ല. ഒരു പക്ഷേ ലീഗിൻ്റെ സജീവ പ്രവർത്തകരായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ UDFൻ്റെ പ്രവർത്തകരായിക്കൊള്ളണമെന്നില്ല. അവരതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരുമല്ല. അപ്പോൾ ഈ ഒരു ആരോപണം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. വസ്തുമായി യാതൊരു ബന്ധവുമില്ലാതെ എന്തെങ്കിലും മുസ്ലിം ലീഗ് വിരുദ്ധ പ്രവർത്തനം, അല്ലെങ്കിൽ UDF വിരുദ്ധ പ്രവർത്തനം, ഇനി CPM വിരുദ്ധ പ്രവർത്തനം, CPM അനുകൂലമായ പ്രവർത്തനം ഒന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അപ്പോൾ വെറുതെ പറയുന്ന ഒരു ആരോപണമാണ് ഈ സഖാവ് പട്ടം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ വലിയൊരു ചർച്ചയായിരുന്ന വിഷയമാണ് ഈ CAC പ്രശ്നം. എന്താണ് നിലവിൽ CAC പ്രശ്നത്തിൻ്റെ അവസ്ഥ? ആ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 10-15 കൊല്ലം പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ 10-15 കൊല്ലമായി നമ്മുടെ സംഘടനാ സംവിധാനത്തെ, സമസ്തയുടെ സംഘടനാ സംവിധാനത്തെയുമായി സ്ഥാപനങ്ങളെയും ഒക്കെ ചില താല്പര്യക്കാരുടെ വഴികളിലേക്ക് പോകുന്ന ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് കണ്ടെത്തി ചെറുത്തു നിന്നു എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചാപ്പ കുത്താനുണ്ടായ കാരണം. സുന്നത്ത് ജമാഅത്തിൻ്റെ സംവിധാനത്തെയും സമസ്തയുടെ സംഘടനാ സംവിധാനത്തെയും അങ്ങനെ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് അതിനെ ചെറുത്തു നിൽക്കുന്നവർക്കൊക്കെ കൊടുത്ത പേരാണ് ഈ പറഞ്ഞ ചാപ്പ. അതിൽപ്പെട്ടാണ് CAC വിഷയം. CAC വിഷയം നമ്മുടെ സ്ഥാപനം സമസ്തയുടേതാണ് CAC. പക്ഷേ അതിലിടക്കാലത്ത്
ചില നുഴഞ്ഞുകയറ്റങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ സിലബസിൽ പോലും മാറ്റം വന്നു. അതൊരു ശരിയായ റൂട്ടിലല്ല, ഒരു തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് അറിഞ്ഞപ്പോഴാണ് അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് തുടങ്ങിയത്. ഈ വിഷയം ഉണ്ടായത് ഇപ്പം അടുത്തടുത്തൊന്നുമല്ല, 10-15 കൊല്ലമായി ഇത് സൈലൻ്റായിട്ട് ഇതിൻ്റെ മേഖലയിൽ ഈ അകത്ത് വിമർശനം നടക്കുന്നത്. അടുത്ത കാലത്ത് ഒരു 3-4 കൊല്ലമായി സമസ്ത മുഷാവറ ഇത് നേരിട്ട് ഏറ്റെടുത്തിട്ട് മുഷാവറയും പരിഹരിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി, ഒന്നും വിജയിച്ചിട്ടില്ല. അതൊക്കെ പിന്നെ മുഷാവറയുടെ തീരുമാനത്തെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് താല്പര്യക്കാർ അവരുടെ താല്പര്യത്തിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ CAC വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ പരിഹരിക്കപ്പെടണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതൊക്കെ സ്വാഗതാർഹമാണ്. സമത്വയെ സംബന്ധിച്ച് സമത്വയുടെ നേതൃത്വം ഇക്കാര്യം പലപ്പോഴും വ്യക്തമാക്കിയതാണ്. അതായത് സമസ്തയുടെ സ്ഥാപനം സമസ്തയുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാം. അത് സമസ്തയുടെ സ്വത്വം അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന ചിലരുടെ ധാർഷ്ട്യമാണ് ഈ വിഷയം ഇത്രത്തോളം സങ്കീർണമാക്കിയത്. സമസ്തയുടെ സ്വത്വം അംഗീകരിക്കാൻ കഴിയില്ല, ആ ഒരു ദാർഢ്യം അതാണ് ഈ സംവിധാനത്തെ ഇത്രത്തോളം എത്തിച്ച്. സമസ്തയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നതോടുകൂടി ഈ വിഷയത്തിന് പരിഹാരം. സ്ഥാപനങ്ങളിൽ സമസ്തയുടെ സിലബസ് വരണം, സമസ്തയുടെ ആശയം പ്രചരിപ്പിക്കണം, സമസ്തയിന് വിശ്വാസമുള്ള സുന്നത്തമാത്ത വിശ്വാസമുള്ള ആളുകളാവണം, അധ്യാപകർ ഉൾപ്പെടെ. ആ സംവിധാനം വന്നാൽ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്. ജബ്ബാർ ഹാജി എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം വിദേശത്ത് വെച്ച് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തി. എന്താണ് ഇതിന് ഒരു മറുപടി പറയാനുള്ളത്? ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം സമസ്തയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനാ സംവിധാനത്തിലെ ഭാഗമോ അല്ലെങ്കിൽ നേതൃത്വത്തിലോ ഉള്ള ആളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറുപടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. സംഘടനാ രംഗത്തുണ്ടായ ഈ വിഷയങ്ങളെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലിട്ട് പത്രസമ്മേളനം നടത്തിയൊക്കെ വളരെ മോശമായി പലരും പറയുന്നുണ്ട്. അതിനൊന്നും ഇപ്പോൾ മറുപടി പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയമല്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് സംഘടനാ രംഗത്തുള്ള ആളുകളുണ്ട്. വിമർശനം വരുന്ന സമയത്ത് സ്വാഭാവികമായി അതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യേണ്ടത്. ഇതിനൊന്നും ഇപ്പോൾ വലിയ മറുപടി കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിസംബർ 6 ബാബരി ദിനമാണ്. ഒന്ന് ഓർമ്മിച്ചെടുത്താൽ. ഡിസംബർ 6 32 വർഷമായി. 1992 ഡിസംബർ 6-നാണ് ആ ദാരുണ സംഭവം നടന്നത്. ഇപ്പോൾ ഒരു വർഷം കൂടി പൂർത്തി 32 വർഷം ആ ദാരുണ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടാവുക. ഓർക്കുമ്പോൾ ഞെടുക്കമുണ്ടാക്കുന്ന വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതിനുശേഷം പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയിട്ട് പോലും അതുപോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഒരുപാട് പള്ളികൾ, ഒന്നിരടുപ്പല്ല, ഒരുപാട് പള്ളി. ഇപ്പോൾ അടുത്ത ദിവസം സംഭാലിലെ ആ പള്ളി, അവിടെ കോടതി വിധി ഉച്ചക്ക് വരികയാണ്. അപ്പം തന്നെ സർവേ നടക്കുക. നമ്മുടെ രാജ്യം എവിടേക്കാണ് പോകുന്നത്? ബാബരി മസ്ജിദ് എന്നും നമുക്ക് നൊമ്പരമുണ്ടാക്കുന്ന ഒരു ഓർമ്മയാണ്. കാരണം അവിടെ പള്ളിയാണ്, വഖഫ് ചെയ്ത പള്ളി, പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്ത ഭൂമി. പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫാഷിസ്റ്റ് കൈകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അവസാന നിമിഷം വരെ ആ പള്ളി സംരക്ഷിക്കാനുള്ള ശ്രമം മുസ്ലിം സമുദായം നടത്തിയിട്ടുണ്ട്. അത് വഖഫ് ചെയ്ത ഭൂമിയാണ്. ആ വഖഫ് ചെയ്ത ഭൂമി പള്ളിയാണ്. അത് ഖിയാമത്ത് വരെ അത് പള്ളിയാണ്, കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷെ അത് പിടിച്ചെടുക്കപ്പെട്ടു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം തന്നെ പൂർണ്ണമായും തകർന്നു പോയി എന്നതിൻ്റെ വിളംബരമാണ് ബാബരി മസ്ജിദ് മുതൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭാൽ പ്രശ്നം വരെയുള്ള വിഷയങ്ങൾ എടുത്ത് പരിശോധിക്കുക. എന്തായാലും നമുക്കൊക്കെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കൊക്കെ വല്ലാതെ നൊമ്പരുണ്ടാക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ് ബാബരി മസ്ജിദ്. വഖഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുനമ്പം വിഷയം കത്തുകയാണ്. എന്താണ് ആ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? മുനമ്പം വിഷയം നമ്മുടെ കൊച്ചിയിലുള്ള ഒരു 400 ചില്ലാനം ഏക്കർ ഭൂമി, 1950 ഒരു ഫാമിലി വഖഫായി കൊടുത്ത സ്ഥലമാണ്. 400 ചില്ലാനം ഏക്കറേ. അത് വഖഫാണ് എന്ന് കൃത്യമായ ആധാരത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു സംശയാത്മല്ല. അതായത് ഈ മുനമ്പമുള്ള പറവൂർ മുൻസിഫ് കോടതി, ഹൈക്കോടതി, അതുപോലെ തന്നെ വഖഫ് ബോർഡ്, സർക്കാർ ഒക്കെ നിസ്സംശയം പറഞ്ഞൊരു കാര്യമാണ് അത് വഖഫ് ഭൂമിയാണ് എന്ന്. ഇതിൽ ചില ആളുകൾ കയറി അവിടെ കയ്യേറ്റം നടത്തിയെന്ന് ശരിയാ, ഒരു പക്ഷെ പാവപ്പെട്ട ആളുകളായിരിക്കാം.
കാരണം വീട് വെക്കാനൊരു സ്ഥലമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമി കാണുന്ന സമയത്ത് അവർ ഒരു കിടപ്പാടം വേണ്ട അതിനുവേണ്ടി ചെയ്തിട്ടുണ്ടാവാം. അവരുടെ ആ സാഹചര്യമാണ് അവർ അതിലേക്ക് നിർബന്ധിക്കുന്നത്. പക്ഷേ അത്തരക്കാരെ അവിടെ പിന്നെ കുടിയൊഴിപ്പിക്കണമെന്നൊന്നും വാദമൊന്നും നമുക്കില്ല. പക്ഷേ അതേ സമയത്ത് വഖഫ് സംരക്ഷിക്കപ്പെട്ടേ പറ്റുള്ളൂ. വഖഫായ ഭൂമി അത് അള്ളാൻ്റെ ഭൂമിയാണ്. അപ്പം അതുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടേ പറ്റുള്ളൂ. അത് സർക്കാർ എന്തെങ്കിലും പദ്ധതി കാണണം. സർക്കാർ പദ്ധതിയാണ്. അവിടുത്തെ സർക്കാർ ഭൂമി വരെ കയ്യേറുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കേട്ടത്. അതിൽ പെട്ടു എന്നാണ്. സർക്കാർ ഭൂമി വരെ എന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയൊരു വാർത്ത. മുനമ്പം വഖഫ് ഭൂമി മാത്രമല്ല, സർക്കാർ ഭൂമി വരെ കയ്യേറിയിട്ടുണ്ട്. അത് കയ്യേറിയിട്ട് അതിലും വലിയ റിസോർട്ടുകളൊക്കെയാണ്. കുറഞ്ഞ വീടുകളുണ്ട് പാവപ്പെട്ടവർ. അവരെ നമ്മൾ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതിനുള്ള സർക്കാർ സംരക്ഷിക്കപ്പെടണം. നിരപരാധികളാണ് അവർ. കാശ് കൊടുത്ത് വാങ്ങിയ ആളുകൾ, പാവപ്പെട്ടവർ. താലിമാരെ പോലും പണയം വെച്ച് വാങ്ങിയ ആളുകളുണ്ടത്രേ. അങ്ങനെ വാങ്ങിയ ആ കിടപ്പാടത്ത് നിന്ന് അവരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്, മനുഷ്യത്വപരമല്ല. പക്ഷേ അതേ സമയത്ത് വഖഫ് സംരക്ഷിക്കപ്പെടുകയും വേണം. അപ്പോൾ ഈ ബാബരി മസ്ജിദ് വിഷയം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തൊട്ടുമുമ്പ് ചോദിച്ചില്ലേ, ആ ചോദ്യം പോലെ തന്നെയാണത്. കാരണം ബാബരി മസ്ജിദ് വഖഫ് ഭൂമിയായിരുന്നു, നിഷ്കരണം അത് പിടിച്ചത്. പക്ഷേ അവസാന നിമിഷം വരെ അത് വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിന്നു എന്നല്ല. അത് തന്നെയാണ് മുനമ്പം കാര്യത്തിനും ഉണ്ടാവേണ്ടത്. പിന്നെ സർക്കാരിൻ്റെ നടപടിയെടുക്കുക, അല്ലെങ്കിൽ നിയമവ്യവസ്ഥക്ക് നടപടിയെടുക്കുക. പക്ഷെ അത് വഖഫ് ഭൂമിയാണ് എന്ന് യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കും. അതുപോലെ മറ്റൊരു വിഷയം, സുന്നി ഐക്യത്തെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ ഉയർന്നു കേൾക്കുകയാണ്. കാന്തപുരം വിഭാഗത്തിൻ്റെ നേതാവ് അബ്ദുൽ ഹക്കീം അസരിയുടെ ഒരു യാത്രയുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ഒരു വിഷയവും ഇതാണ്. വല്ല നീക്കവും നടക്കുന്നുണ്ടോ? കാന്തപുരം വിഭാഗം SVA സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസരിയാണ് ആ യാത്ര നടത്തിയത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. സുന്നി ഐക്യത്തെക്കുറിച്ച് കൊണ്ട് അദ്ദേഹം കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞായിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സുന്നി ഐക്യമാണ്. ഒരൈക്യം എന്നുള്ളത് അതിനെ നമ്മൾ പിന്നെ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലത്. ഐക്യം നടക്കണമെന്ന് തന്നെയാണ് അവിടെ ആഗ്രഹം. പ്രത്യേകിച്ച് സുന്നി ഐക്യം, സുന്നികൾ. അതിലിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ 4 പ്രധാന സുന്നി സംഘടനകളുണ്ട്, സുന്നി ആശയമുള്ളവർ. ഒന്ന് സംസ്ഥാന ജമിയത്തുൽ ഉലമ, ഒന്ന് കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ആ വിഭാഗം. മൂന്നാമത് പിന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. നാലാമത് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞത്. 4 പ്രധാനപ്പെട്ട, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഒന്ന് സംസ്ഥാന അത്ര ചെറിയൊരു പരിമിതമായ ആളുകളുടെ ഒരു സംഘടന, എങ്കിൽ തന്നെയും അത് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രസ്ഥാനമാണ്. ഇത് 4 ഒന്നിച്ച് യോജിക്കണമെന്നാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് മലബാറിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള 2 വിഭാഗമാണ് കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ളതും ഈ വിഭാഗം നമ്മൾ ഈ പരാമർശിക്കപ്പെട്ട സമസ്ത വിഭാഗവും. അതിലൊരു യോജിപ്പുണ്ടാവുക എന്നുള്ളത് നമ്മളതിനെ എതിർക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ഇത് സ്വാധീനം ചെയ്യാൻ വേണ്ടത് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. അതിന് അഭിപ്രായം പറയാൻ ഞാൻ സംസ്ഥയുടെ അഭിപ്രായം പറയാത്ത ആളല്ല, ഇത് സംസ്ഥ നേതൃത്വം പറയാം. പക്ഷേ ധാരാളം ആളുകൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആ ഒരു ഐക്യം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. വിദിനം പോലും ഒന്നിച്ച് കഴിക്കുന്നൊരു സാഹചര്യം പല മഹല്ലുകളും ഒന്നിച്ചാണ്. ഒരുപാട് പള്ളി തർക്കങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലൊക്കെ ഒരുപാട് പള്ളി തർക്കങ്ങളുണ്ടായി. അതൊക്കെ പരമാവധി പരിഹരിക്കപ്പെട്ടു, പരസ്പരം സഹകരിച്ചുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെ വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിൽ സമസ്തയുടെ നിലപാട് എന്തായെന്ന് പറയുന്നത് സമസ്ത നേതൃത്വമാണ്. പക്ഷേ ഒരു ഐക്യം നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പിന്നെ എതിർക്കാൻ പാടില്ല, നിരാകരിക്കാൻ പാടില്ല. അതിനെ സ്വാഗതം ചെയ്യുക എന്നതാണ് പ്രത്യേകിച്ച് കൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അതാണ് സുന്നികൾ പരമാവധി യോജിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ്. ഘടനാ സംവിധാനങ്ങളെപ്പോലും ഹൈജാക്ക് ചെയ്യപ്പെടുന്ന, വിധത്തിൻ്റെ കക്ഷികൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത്, പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ ഒരു അന്തരമൊന്നും പിന്നെ ഹക്കീം അസരിയുടെ പ്രസ്ഥാനവും സമസ്ത പ്രസ്ഥാനവും തമ്മിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘടനാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകട്ടെ. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. അതിനിപ്പോൾ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഏറ്റവും നല്ല നമുക്ക് പ്രത്യേകിച്ച് ആളുകൾ ആഗ്രഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്ന ഒരാശയമല്ലേ, ഇതിനെ നമ്മൾ സ്വാഗതം ചെയ്യാനാ. എല്ലാവരെ പോലും ഞാനും അത് ആഗ്രഹിക്കുന്നു. സമസ്തയുടെ നിലപാട് പറയേണ്ടത് സമസ്ത നേതൃത്വമാണ്. എൻ്റെ വ്യക്തിപരമായ ഒരഭിപ്രായം. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മുസ്തഫ മുണ്ടുപാറയാണ്. അദ്ദേഹത്തിൻ്റെ വിലയേറിയ ഈ സമയത്തിന് നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം.